ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സേനാ മേധാവിമാർ. പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. പി ആർ സുനിൽ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ അത് കൃത്യമായി വിലയിരുത്തുകയാണോ സുപ്രീം കമാൻഡറായ രാഷ്ട്രപതി ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളുമായി CDSുമായി? സുജിയ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ സേന നേരിട്ട് രാഷ്ട്രപതിയെ അറിയിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി സംയുക്ത സേനാ മേധാവി, 3 സേനകളുടെ തലവന്മാർ എന്നിവർ സംസാരിക്കുകയാണ്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ സൈന്യം തെളിവുകൾ സഹിതം രാഷ്ട്രപതിയെ അറിയിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാകാര്യ സമിതി യോഗം വിളിക്കുകയും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ സൈന്യം പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളിൽ ആക്രമണം നടത്തി. അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ദില്ലിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേർന്നു. അതിനുശേഷം പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് അറിയിച്ചു. ഏതായാലും അതിനുശേഷം പാകിസ്ഥാന്റെ വലിയ പ്രകോപനമായിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കനത്ത പ്രഹരം തന്നെ ഇന്ത്യ നൽകി. ഏതായാലും അതിനുശേഷം ഇപ്പോൾ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിരിക്കുന്നു. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാവുകയും ചെയ്തു. ഏതായാലും ആ സാഹചര്യങ്ങൾ ഇപ്പോൾ സേന നേരിട്ട് രാഷ്ട്രപതി സർവ്വ സൈന്യാധിപനായ രാഷ്ട്രപതിയെ അറിയിക്കുകയാണ്. ഏതായാലും ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണം നടത്തിയത്, അതിന്റെയൊക്കെ വിശദാംശങ്ങൾ തെളിവുകൾ സഹിതം രാഷ്ട്രപതിയെ അറിയിക്കാനാണ് ഇപ്പോൾ സേനാ മേധാവിമാർ സംയുക്ത സേനാ മേധാവിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിയെ കാണുന്നത്. ഏതായാലും സേനാ തലവന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ 70 വിദേശ രാജ്യ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. ദില്ലിയിലെ വിദേശ രാജ്യ പ്രതിനിധികൾക്ക് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ കൈമാറിയിരുന്നു. ഏതായാലും അതിന്റെ ഭാഗമായി ഇപ്പോൾ രാഷ്ട്രപതിയെയും ഈ സേന മുഴുവൻ വിവരങ്ങളും അറിയിക്കുകയാണ്. ഏതായാലും ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി കൂടി ദില്ലിയിൽ യോഗം ചേരുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ വിലയിരുത്താനായി. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഇന്ത്യ ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ. പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധനയ്ക്ക് ശേഷം ഇപ്പോൾ രാഷ്ട്രപതി സേനാ വിഭാഗങ്ങളെ കാണുകയാണ്. ഈ സേനാ വിഭാഗങ്ങളെ കണ്ടതിന് ശേഷമുള്ള രാഷ്ട്രപതിയുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിലേക്ക് എത്താം. പി ആർ സുനിൽ